നമസ്കാരം. കൊല്ലം പാവുമ്പ മഹാദേവ ക്ഷേത്രം കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പാവുമ്പ മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, വർഷാവർഷം നടക്കുന്ന ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പരിപാടികൾ, അതുപോലെ നടത്താൻ പരിമിതി ഉണ്ടെന്നിരിക്കെ ആ ക്ഷേത്രഭൂമിയിലേക്ക് കയ്യേറി ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പണിയുവാനുള്ള പരിശ്രമം ഏറെ നാളായിട്ട് റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ വില്ലേജ് ഓഫീസ് നിലനിൽക്കുന്നത് ക്ഷേത്രഭൂമിയിൽ തന്നെ നിരിക്കെ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഭക്തജനങ്ങളുടെ എതിർപ്പ്, ജനരോക്ഷം വകവയ്ക്കാതെ വീണ്ടും തൊട്ടടുത്ത് കാട് പിടിച്ചു കിടക്കുന്ന സർക്കാർ ഭൂമി നിലവിലിരിക്കെ ആ സർക്കാർ ഭൂമിയിൽ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പണിയുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ബോധപൂർവം മനഃപൂർവ്വമായിട്ട് ക്ഷേത്രഭൂമിയിലേക്ക് കയ്യേറി വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷേത്രാചാരങ്ങളെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഈ കലാകാലങ്ങളിലുള്ള ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾക്ക് പോലും സ്ഥലപരിമിതിയുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയൊരു ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് എന്നുള്ള ഒരു വാഗ്ദാനവുമായിട്ട് സർക്കാർ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നത്? ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടാണ് ഈ വികസനങ്ങളെല്ലാം കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ പുരോഗമനവാദികൾ അതിന് വേണ്ടിയിട്ട് കൈയടിച്ച് സന്തോഷിച്ച് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഈ ഹിന്ദു വിശ്വാസികൾക്ക് പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ട് ഈ നാട്ടിൽ തങ്ങൾക്കിനി ജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ അന്യവൽക്കരിച്ചു പോയി, ഞങ്ങൾ ഇവിടെ അനാഥരായി പോയി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റേതെങ്കിലും ഒരു മതവിശ്വാസിയുടെ ആരാധനാലയങ്ങളിലേക്ക്, ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചിലേക്ക് ഇത്തരത്തിൽ വികസനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരു തരി മണ്ണ് നുള്ളിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള തന്റെ ഇടം, അതിനു വേണ്ടിയിട്ടുള്ള ആർജവം നമ്മൾ ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിനുണ്ടോ? ഈ പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രഭൂമി കയ്യേറരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കന്മാര്, പ്രവർത്തകന്മാര് ബന്ധപ്പെട്ട തഹസീൽദാരെ കണ്ട സമയത്ത് സംസാരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് വികസനത്തിന് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നുള്ളതാണ്. ഒരു പരാതി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരു നിവേദനം കൊടുത്ത സമയത്ത് ആ നിവേദനം പോലും കൈപ്പറ്റാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ നിവേദനം പിന്നീട് തപാൽ വഴി രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുകയാണ് ഉണ്ടായത്. തഹസീൽദാർ പോലും വികസനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രഭൂമി കയ്യേറണം, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ആരാധനാലയങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കണമെന്ന് സർക്കാർ സംവിധാനത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് തഹസീൽദാർ പോലും പറയുമ്പോൾ എന്തുമാത്രം നീതികേടാണ്, എത്ര വൃത്തികെട്ട സമീപനമാണ് ഹിന്ദുവിന് നേരെ ഈ സർക്കാർ സംവിധാനങ്ങൾ ബോധപൂർവം അഴിച്ചുവിടുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴിത് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കന്മാര്, പ്രവർത്തകന്മാര് പോരാട്ടത്തിന്റെ പാത പിൻവിടാതെ അവർ വീണ്ടും ആ പോരാട്ടം മുന്നോട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് കൊല്ലം കളക്ടറെ കണ്ടിരിക്കുകയാണ്. കൊല്ലം കളക്ടർ നിവേദനം സ്വീകരിക്കുകയും കളക്ടറുടെ വസതിയിൽ ചെന്ന് കണ്ട കാര്യകർത്താക്കന്മാരോട് അനുഭാവപൂർവം സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കളക്ടർ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട തഹസീൽദാരുമായിട്ട് സംസാരിക്കാമെന്നും ഇത്തരത്തിൽ ക്ഷേത്രഭൂമി ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് കയ്യേറുവാൻ വേണ്ടിയിട്ട് ഒരു നിലപാട് അവിടെ ഉണ്ട് എങ്കിൽ അതിനെതിരായിട്ട് തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് കളക്ടർ മുൻകൈ എടുക്കാമെന്ന് ഉറപ്പ് നൽകിയതായിട്ട് പറയപ്പെടുന്നു. ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ ബന്ധപ്പെട്ട ഒരു ജില്ലാ കളക്ടർക്ക്, ഒരു ജില്ലാ ഭരണാധികാരിക്ക് നൽകുന്ന ഉറപ്പ് എത്രത്തോളം നീതിപൂർവം പാലിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിണറായി വിജയന്റെ ആ മുഖമുദ്ര തന്നെ ഹിന്ദു വിരുദ്ധതയാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഇസ്ലാമിക ഭീകരവാദികളുടെയും ഒക്കെ പിന്തുണ വാങ്ങി വിജയിച്ച ഭരണകൂടം തന്നെയാണ് പിണറായി വിജയന്റെ ഭരണകൂടം. ഇന്ന് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക സ്ലീപ്പർ സെല്ലുകൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണെന്നിരിക്കെ പാർട്ടിക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തില് PV അൻവറിന്റെയും KT ജലീലിന്റെയും കാരാട്ട് റസാക്കിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പാർട്ടിക്കും പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനുമൊക്കെ ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ഇസ്ലാം ഭീകരവാദം ഈ കേരള സംസ്ഥാനത്തെ വല്ലാതെ വരിഞ്ഞു മുറുകുമ്പോൾ
നാം മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിന്റെ ആരാധനാലയങ്ങളെല്ലാം ഇതിനടിയിൽപ്പെട്ടിട്ട് ഈ മത തീവ്രവാദത്തിന്റെയും രാഷ്ട്രീയ ഭീകരവാദത്തിന്റെയും ഒക്കെ രാഷ്ട്രീയ തീവ്രമായിട്ടുള്ള ഭീകരവാദത്തെ പരിപോഷിപ്പിക്കുന്ന സംവിധാനത്തിന്റെയും ഒക്കെ ഇടയിൽപ്പെട്ടിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും ഹിന്ദുവിന്റെ ധാർമ്മിക കേന്ദ്രങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമാകുന്നത് നിർവികാരതയോട് കൂടിയിട്ട് കണ്ടു നിൽക്കേണ്ട ഗതികേടിലാണ് കേരളത്തിന്റെ ഹിന്ദു സമൂഹമെന്ന് നാം ആത്മാർത്ഥമായിട്ട് പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത് തന്നെയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരത്തിൽ സഹനശക്തിയോട് കൂടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പേര് പറഞ്ഞിട്ട് ദാനം ചെയ്ത ചരിത്രമാണ് ഹിന്ദുവിനെ ഈ ഇപ്പോ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുവിന്റെ പോരാട്ട വീര്യത്തെക്കുറിച്ച്, ഹിന്ദുവിന്റെ ക്ഷാത്രവീര്യത്തെക്കുറിച്ച് ബോധപൂർവം മറക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് ഇന്ന് സർക്കാർ സംവിധാനങ്ങളും ഇന്ന് നിലവിലുള്ള ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഹിന്ദു സമൂഹത്തിന്റെ മുന്നിലേക്ക് നിരത്തിക്കൊണ്ട് ഹിന്ദുവിനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഷണ്ഡീകരിച്ച സമൂഹമായിട്ട് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഹിന്ദുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ആർജവത്തോടു കൂടിയിട്ട് പോരാട്ടം നടത്തി അഭിമാനത്തോടു കൂടിയിട്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് വിജയം കൈവരിച്ച ധീരയോദ്ധാക്കന്മാരുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഞരമ്പുകളിലോടുന്ന രക്തമെന്ന് പറയുന്നത് വൈക്കം പത്മനാഭപിള്ളയുടെയും ടിപ്പുവിനെ വെട്ടി മുടന്തനാക്കി ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് പടയോട്ടം നടത്തിയ ടിപ്പുവിനെ മടക്കി അയച്ച പരാജയപ്പെടുത്തിയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഛത്രപതി ശിവാജിയുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒട്ടേറെ ധീരപുത്രന്മാരായിട്ടുള്ള ദേശസ്നേഹികൾക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ നിലനിൽക്കുന്ന ഈ ഭാരതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദേശീയപരമായിട്ടുള്ള ധർമ്മം ഹിന്ദുധർമ്മം. ആ ഹിന്ദുധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനത എന്ന് പറയുന്നത് ഈ ദേശീയ ജനത, ആ ദേശീയ ജനതയുടെ പരാജയബോധത്തോടു കൂടിയിട്ട് ജീവിക്കേണ്ടവരല്ല. ഈ ദേശീയ ജനത എന്ന് പറയുന്നത് ആർജവത്തോടു കൂടിയിട്ട് ക്ഷാത്രവീര്യം വീണ്ടെടുത്തുകൊണ്ട് ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ധർമ്മത്തിന് വേണ്ടിയിട്ട് സ്വാഭിമാനത്തോടു കൂടിയിട്ട് പോരാടുന്ന സമൂഹമായിട്ട് നിലനിൽക്കേണ്ട സമൂഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ആർജവമുള്ള ഹിന്ദു സമാജത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമുള്ള പരിശ്രമം നടത്തുന്നത്. ഈ ബോധപൂർവമുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ ഈ നാടിന്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകന്മാരെ, കാര്യകർത്താക്കന്മാരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ആ പ്രദേശത്തിലെ മുഴുവൻ ഭക്തജനങ്ങളോടും ഹൈന്ദവ വിശ്വാസികളോടും ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ആ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്, ക്ഷേത്രഭൂമിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ആ ക്ഷേത്രത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആ നാടിന്റെ അനിവാര്യതയാണ്, ആ നാട്ടുകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളും പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രഭൂമിയിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ധർമ്മ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കണം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിലവിൽ കയ്യേറി ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിർമ്മിച്ചിരിക്കുന്ന പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം, ആ കെട്ടിടം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികൃതരെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിഷേധവും പ്രക്ഷോഭവും എത്തുവാൻ വേണ്ടിയിട്ട് മുഴുവൻ ഭക്തജനങ്ങളുടെയും ഏകീകരിച്ചുള്ള സഹകരണം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. പാവുമ്പ മഹാദേവ ക്ഷേത്രത്തെ എന്ത് വില കൊടുത്ത് നമുക്ക് സംരക്ഷിക്കാം. ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചിരപുരാതനമായിട്ടുള്ള ആ ക്ഷേത്ര വിശ്വാസികൾക്ക് അവിടെ വന്നു ചേരുവാനും ആഘോഷ പരിപാടികൾ പങ്കെടുക്കുവാനും വേണ്ടിയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള വികസനത്തിന്റെ ഭാഗമായിട്ട് ആ ക്ഷേത്രപറമ്പിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രപറമ്പിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്തേ.